ഹലോ ഫ്രണ്ട്സ്, ധ്വനി സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുമരകം ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഒരു റിസോർട്ടിൽ, കുമരകത്ത് റിസോർട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് റിസോർട്ടിൻ്റെ റൂമിൻ്റെ കർട്ടൻ അങ്ങനെ നീക്കിയപ്പോൾ കാണുന്നതാണ് കേട്ടോ നല്ലൊരു ആമ്പൽക്കുളം, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പുറത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്കിവിടെ കെറ്റിലുണ്ട്, ടീ പൗഡറുണ്ട്, ഷുഗറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചായയൊക്കെ ഇട്ടൊന്ന് കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ആ റിസോർട്ടിൻ്റെ പരിസരത്തോടെയൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഡിസംബർ മാസമായിരുന്നു, നല്ല മഞ്ഞുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പാണ്. ആരെയും കാണാനൊന്നുമില്ല, അധികം ആളുകളൊന്നുമില്ല. എല്ലായിടത്തും ആ ഒരു ചെറിയ മഞ്ഞിൻ്റെ പ്രസൻസൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു നനവോട് കൂടിയ പുൽത്തകിടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അതിലൂടെ രാവിലെ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി നടന്നു. കുഞ്ഞൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, അവൾ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി ഇതുവഴിയേക്ക് ഒന്ന് നടന്ന് ഈ ഒരു റിസോർട്ടിൻ്റെ ആ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് കുറച്ച് സമയം അങ്ങനെ ഇതുവഴി നടന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മൾ ആ മുകളിൽ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആമ്പലിൻ്റെ കുളമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. വെളുപ്പിനായതുകൊണ്ട് ആമ്പലെല്ലാം അങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. വെയിൽ വരുമ്പോഴേക്കും ഇതെല്ലാം കൂമ്പിപ്പോകും. അപ്പോൾ ആ ഒരു വെളുപ്പിനെ മാത്രമേ നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ നല്ല കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ രാവിലെ ഒന്ന് നടന്നു, കുറച്ച് വീഡിയോയൊക്കെ പിടിച്ചു, ഈ ഒരു ആമ്പൽ കുളത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അങ്ങനെ കുറച്ച് സമയം ഇതുവഴിയൊക്കെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി കേട്ടോ. റൂമിലെത്തി കുളിച്ച് ഫ്രഷായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ 11 മണി വരെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി 11 മണിയൊന്നും ആകാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ രാവിലെ പെട്ടെന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് നേരെ വാഗമണ്ണിൽ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ പകലുള്ള നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളിതാ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ രാവിലെ ഒരു 9:30 ആയതേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് പോവുകയാണ്. എപ്പോൾ വാഗമൺ എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ പോയേക്കാമെന്ന് കരുതി. ഒരു വൈകിട്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചും പോരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ റിസോർട്ടിനോട് ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വാഗമണിലേക്ക് യാത്ര തിരിച്ചു. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. കുമരകം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെമ്മീൻ കെട്ടുകളുണ്ട്. ഈ വരയിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ചെമ്മീൻ കെട്ടുകളാണ് കേട്ടോ. ചെമ്മീൻ കെട്ടുകളുണ്ട്, കരിമീൻ കൃഷിയുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇനി കോട്ടയം വഴി വാഗമണിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ കാണുന്നത് കോട്ടയം ടൗണാണ് കേട്ടോ. പിന്നെ കോട്ടയം ടൗണിൽ നിന്ന് നേരെ പാലായിലെത്തി. പാലായിൽ നിന്ന് നമ്മൾ ഭരണങ്ങാനം പള്ളിയുടെയൊക്കെ മുമ്പിലൂടെ നേരെ തീക്കോയി വഴിയാണ് വാഗമണിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തീക്കോയിലെത്താറായി. തീക്കോയി കഴിഞ്ഞ് നമ്മൾ നേരെ വാഗമണിലേക്ക് പോകണ്ട. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ വാഗമണിലെ മൊട്ടക്കുന്നുകളുടെയൊക്കെ ആ ഒരു തലപ്പാവൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ, അങ്ങ് ദൂരെ. അപ്പോൾ നമ്മൾ തീക്കോയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോകുമ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. അത്യാവശ്യം നല്ലൊരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു തണുത്ത കാലാവസ്ഥ ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് ആ പോണ വഴിക്കൊരു മാർമല അരുവി ഉണ്ടെന്നും പറഞ്ഞ് അവിടെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വണ്ടി വളച്ചതാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. ഒരു ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. ആ കാറൊക്കെ കിടക്കുന്നതിൻ്റെ താഴെ കൂടെ ചെറിയൊരു അരുവി പോകണം. അരുവിയിൽ വെള്ളമൊന്നുമില്ല, ചെറിയൊരു നീർച്ചാൽ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഇതാ പോണ വഴിക്ക് കണ്ട ഒരു കുരിശടിയാണിത്. അപ്പോൾ ഈ കുരിശടി നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ലേലം സിനിമയിലൊക്കെ ഉള്ള ഒരു കുരിശുപള്ളിയാണ് കേട്ടോ. ലേലം സിനിമയിൽ സുരേഷ് ഗോപി നിന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കുരിശടിയാണിത്. അന്ന് സിനിമയിൽ കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, ഒത്തിരി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ഇറങ്ങി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ഒരു അത്ഭുത ഉറവയുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ. ഇത് മാതാവിൻ്റെ ഒരു കുരിശടിയാണ്. അത് ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം കാണാം. ഇതൊരു അത്ഭുത ഉറവയാണ്. അപ്പോൾ ഇവിടെ വന്ന ആളുകൾ പ്രാർത്ഥിച്ച് ഈ ഉറവയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അവിടെ നിൽക്കുമ്പോഴും നമുക്ക് ആ
വാഗമണിൻ്റെ ആ മൊട്ടക്കുന്നുകളൊക്കെ നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഒന്ന് നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പതുക്കെ വാഗമണിലേക്ക് മല കയറി തുടങ്ങി. ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയാകാറായി കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് കടകളൊന്നുമില്ല, ഇതുപോലെയുള്ള മൊട്ടക്കുന്നുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ നമ്മളൊരു റെസ്റ്റോറൻ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, എങ്ങും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വാഗമണിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഉച്ച 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വാഗമൺ എത്തി കേട്ടോ. വാഗമൺ അത്യാവശ്യം നല്ല തിരക്കാണ്, ടൗണിലേക്കൊക്കെ ഭയങ്കര തിരക്കാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമോ ഒന്നുമില്ല കേട്ടോ. അപ്പം എല്ലാവരും വണ്ടിയെല്ലാം തിരിച്ചിറങ്ങുന്നൊരു സമയം, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മിക്ക വണ്ടികളും തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ, നല്ല കാറ്റും നല്ല വെയിലുണ്ടെങ്കിലും ആ ചൂട് അറിയുന്നില്ല, നല്ല തണുപ്പാണ്. തേയിലക്കാടുകളും ഒക്കെ ആസ്വദിച്ച് പ്രകൃതിയുടെ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വാഗമൺ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തി കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. ഈ കാണുന്ന വണ്ടികളൊക്കെ കണ്ടില്ല, ഇതെല്ലാം വാഗമണ്ണ് ടൂർ വന്നിരിക്കുന്നവരുടെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഗ്ലാസ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പ്രീ ബുക്കിംഗ് വേണം, നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റ് സമയത്ത് മാത്രമേ നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്ന ഒരു യാത്രയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രീ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് വാഗമണ്ണയ്ക്ക് ഒന്ന് ആസ്വദിച്ച് തിരിച്ചു പോവുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഗ്ലാസ് ഹൗസിൽ പോകാതെ അവിടെ വരെ ചെന്ന് അന്വേഷിച്ചു. പിന്നെ ഇതാ ഞങ്ങൾ അടുത്തത് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് കാണുന്ന ചെറിയ ചെറിയ കടകളാണിത്. ഇതുപോലുള്ള ഒത്തിരി കടകൾ ഈ ഒരു പോകുന്നൊരു വഴിയിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പക്ഷേ സാധനങ്ങൾക്കൊക്കെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയുമാണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തി. ഇവിടെ നമുക്കത് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഫോട്ടോ എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ തരും. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അതേ പൈൻ ഫോറസ്റ്റ് തന്നെയാണ്. ഒത്തിരി ഫിലിമിലെ ലൊക്കേഷനായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ കുറച്ച് സമയം നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വന്ന വഴിക്ക് അവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തി പതുക്കെ അതിനകത്തൂടെയൊക്കെ കുറച്ച് സ്ഥലത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നിന്ന് അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇത് അത്യാവശ്യം ഇരുട്ടത്താണ് ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ച് സമയം അങ്ങനെ അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് മലയിറങ്ങി. അപ്പോൾ ഇതാ ഞങ്ങളിപ്പം തിരിച്ച് പാല കഴിഞ്ഞു കേട്ടോ. പാല എത്താറായപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റ്, പാലായിൽ എത്താറായപ്പോഴത്തേക്കാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ അവിടെ നിന്ന് രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പം തന്നെ സമയം ഏകദേശം 10 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പം അവിടെ എല്ലാം പഴമ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. എല്ലാം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന സാധനങ്ങൾ മുഴുവൻ അവരവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ സൈക്കിള്, അതുപോലെ തന്നെ പഴയ തയ്യൽ മെഷീൻ, ഇങ്ങനെയുള്ള കുറേ ബാസ്ക്കറ്റുകൾ, പഴയ തയ്യൽ മെഷീനൊക്കെ മൂടി വയ്ക്കുന്ന ഒരു കവറാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം കുറേ പഴയ സാധനങ്ങൾ അവരവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വേറിട്ടൊരു രീതിയിലാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത്. ഈ ഇരിക്കുന്നത് കണ്ടോ, പണ്ടല്ലാട്ട് ഇപ്പോഴും ഉണ്ട്. നമ്മൾ സൊസൈറ്റിയിലൊക്കെ പാൽ കൊടുക്കുന്ന ജാറാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു. വെളുപ്പിന് 1 മണി ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തെത്തിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുമരകത്തേക്ക് ഒരു യാത്ര പോയതാണ്. തിരിച്ച് വാഗമൺ വഴി ചുറ്റിക്കറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എന്താണേലും നല്ലൊരു യാത്രയായിരുന്നു. വളരെ ചെറിയതായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.